ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് മഴക്കാലം. ചെടികൾക്ക് പുതിയ നാമ്പുകൾ വരികയും ഇലകൾ വളർന്നു വരികയും അതുപോലെ തന്നെ വേരുകൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേരോട്ട് നടക്കുന്ന ഒരു സമയം കൂടിയാണ് മഴക്കാലം. പക്ഷേ ചെടികളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരവരുടെ ചെടികൾ അടുത്ത ഒരു സീസണിലേക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? മഴക്കാല സംരക്ഷണത്തെ കുറിച്ച് ഞാൻ 10 മണിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ട് നല്ല അഭിപ്രായം അറിയിച്ചതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ മഴക്കാലത്ത് സംരക്ഷിക്കേണ്ട കുറേ ചെടികളുണ്ട് കേട്ടോ. നമ്മുടെ അഡീനിയ, യുഫോബിയ, പിറ്റൂണിയ, അതുപോലെ നമ്മൾ പൂച്ചെടികളെല്ലാം തന്നെ മഴക്കാലത്ത് നമ്മൾ ഒത്തിരി നന്നായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴേക്കും നമുക്കിത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ തോട്ടത്തിൽ എൻ്റെ ഐഡിയയിൽ ഞാൻ ചെയ്യുന്ന ചില മഴക്കാല സംരക്ഷണം, ചില ചെടികളുടെ മഴക്കാല സംരക്ഷണമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. പലതരം ചെടികളെ പറ്റിയിട്ടുള്ള കെയറിംഗ് ആണ് പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ നല്ല പച്ചപ്പാർന്ന് നിന്ന പുൽത്തകിടിയാണ് ക്ലീൻ ചെയ്തത്. അതായത് ഡ്രിം ചെയ്ത് പുല്ലൊക്കെ വെട്ടി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ പുല്ലുകളൊക്കെ ഒത്തിരി വളർന്നിട്ടുണ്ടായിരുന്നു. അതിന് ഈ മഴ പെയ്തു വരുന്ന വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ് ആ പുല്ലുകളൊക്കെ കെട്ടുപോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മഴ പെയ്തു തുടങ്ങിയ അവസരത്തിൽ തന്നെ മഴ തോർന്ന സമയത്ത് ഇതുപോലെ പുല്ലുകളെല്ലാം ലോണൊക്കെ വെട്ടി നല്ല ക്ലീനാക്കി. അതുപോലെ ആമ്പൽക്കുളം നിങ്ങൾ കണ്ടല്ലോ, ആമ്പൽക്കുളത്തിലും ഞാൻ എല്ലാ ആമ്പലും മാറ്റി അതൊന്ന് ക്ലീൻ ചെയ്തു. വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ച് നല്ല ക്ലീൻ ചെയ്ത് ഒച്ചുകൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാം മാറ്റി. അതിൻ്റെ ചെളിയും മണ്ണും എല്ലാം മാറ്റി 2 ദിവസം ഈ കുളം നമ്മളൊന്ന് വെയിൽ ഒളിച്ചിട്ട് അതിനകത്ത് പുതിയ മണ്ണ് നിറച്ച് അതിൻ്റെ പുതിയ ചെടികളും നട്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാം മിക്കവാറും ചെടികൾ പ്രൂൺ ചെയ്ത് പുതിയ നാമ്പുകളും അതുപോലെ പുതിയ പച്ചപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ മഴക്കാലത്ത് സംരക്ഷിക്കേണ്ട വേറൊരു ചെടിയാണ് പിറ്റൂണിയ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പിറ്റൂണിയയുടെ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പൂക്കളായിട്ട് നിന്ന പിറ്റൂണിയൊക്കെ ഇപ്പോൾ മഴയത്തുനിന്ന് എടുത്തു വെച്ച് അതിൻ്റെ മൂത്ത കൊമ്പുകളൊക്കെ പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മഴയത്ത് വെക്കാതിരിക്കാൻ നോക്കുക. ഇതാണ് പിറ്റൂണിക്ക് ഏറ്റവും വലിയ സംരക്ഷണം. നമുക്കതിൽ നിന്ന് അടുത്ത സീസണിലേക്ക്, ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് വരുന്ന സീസണിൽ ഇതിനകത്ത് പൂവൊക്കെ ഉണ്ടാവുള്ളൂ. അടുത്ത സീസണിലേക്ക് പ്രൂൺ ചെയ്ത് നിർത്തി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൂത്ത കൊമ്പുകൾ ഇതുപോലെ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും, അത് പ്രൂൺ ചെയ്യാനായിട്ട് നോക്കുക. ഹാർഡ് പ്രൂൺ തന്നെ ചെയ്യുക. ഇതുപോലെ പ്രൂൺ ചെയ്താൽ മാത്രമേ ചെടികൾ നമുക്ക് വരുന്ന ചെറിയ മുകുളങ്ങൾ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കണ്ടല്ലോ ചെറിയ ചെറിയ മുകുളങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഹെൽത്തി ആയിട്ട് വരിക. അടുത്ത സീസൺ വരെ അതൊന്ന് നമ്മുടെ ചട്ടിയിൽ നിലനിർത്തണമെങ്കിൽ ആ ചീത്തയായിട്ടുള്ള എല്ലാ കൊമ്പുകളും പ്രൂൺ ചെയ്ത് മാറ്റുക. ഇതുപോലെ ഹാർഡ് പ്രൂൺ ചെയ്ത് മാറ്റുക. കാരണം അതിന് ലൈഫില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക, ചട്ടികളിലും നമ്മുടെ തൂക്കിയിട്ടിരിക്കുന്ന ഹാങ് ചെയ്തിരിക്കുന്ന പൊട്ടുകളിലൊക്കെ ഇതുപോലെ തൂങ്ങി അതിൻ്റെ ലൈഫ് കഴിഞ്ഞ കൊമ്പുകളെല്ലാം ഹാർഡ് പ്രൂൺ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റു വരുന്ന ചെറിയ മുകുളങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റും. ഹെൽത്തി ആയിട്ട് വളർന്നാലും വലിയ പൂക്കളൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മളത് ചീഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഹാർഡ് പ്രൂൺ ചെയ്ത് നിർത്തുക. മഴയത്തുനിന്ന് മാറ്റി വയ്ക്കുക. മഴക്കാലത്ത് അധികം വെള്ളം കൊടുക്കണ്ട, അതുപോലെ വളവും കൊടുക്കണ്ട. ആ മണ്ണ് നന്നായിട്ട് തറഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പിറ്റൂണിയെ നമുക്ക് പോകാതെ കിട്ടും. അഡീനിയയ്ക്ക് ഏറ്റവും മഴക്കാലത്ത് സംരക്ഷണം എന്ന് പറയുന്നത് മഴ നനയാതെ മാറ്റി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കാരണവശാലും മഴയത്ത് അഡീനിയ വെക്കാതിരിക്കാൻ നോക്കുക. മിക്കവാറും ആളുകൾ അഡീനിയ വെച്ചിരിക്കുന്നത് മിക്കവാറും ടെറസിൻ്റെ മുകളിലേക്കാണ്. കാരണം നല്ല വെയിലാണ് ഈ പൂക്കളുണ്ടാവാൻ, ഈ അഡീനിയയ്ക്ക് പൂക്കളുണ്ടാവാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ആ വെയിൽ ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന നമ്മുടെ ടെറസ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് അഡീനിയ കൂടുതലും ആളുകൾ വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഞാൻ ടെറസിലല്ല, ഞാൻ താഴെ തന്നെ നമ്മുടെ വീടിൻ്റെ പൂന്തോട്ടത്തിൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് എടുത്ത് വയ്ക്കും. അതുപോലെ മഴ ആയിക്കഴിഞ്ഞാൽ സീസൺ ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാറാണ് പതിവ്. ഇങ്ങനെ മാറ്റി വെച്ചാലും നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മുടെ ഈ അഡീനിയയുടെ ചട്ടി ഒന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം.
അതായത് ഇതിനകത്ത് ഞാൻ കണ്ടോ ഈ ചട്ടിയുടെ അടിയിൽ ഒരു ഇഷ്ടിക വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ മഴയത്ത് നമ്മൾ വെള്ളം കുറച്ച് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടായാൽ അത് വെള്ളം കെട്ടി നിൽക്കാതെ എപ്പോഴും ഈ ചട്ടിയുടെ ഈ പ്രതലം മുകൾ ഭാഗം ചട്ടിയുടെ മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കാര്യമുള്ളത്, അടീനിയയ്ക്ക് മഴക്കാലത്ത് പ്രൂണിങ് ഒരിക്കലും കൊടുക്കരുത്. ഇതിപ്പോൾ പ്രൂണിങ് ചെയ്ത് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ ശിഖരങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ബുഷിയായിട്ട് നിന്നോട്ടെ, ഒരു 4-5 മാസം ഇതേപോലെ തന്നെ മഴക്കാലത്ത് നമ്മുടെ ചട്ടികളിൽ ഈ അടീനിയ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഒരു ഒക്ടോബർ മാസം കഴിയുമ്പോൾ, അതായത് സെപ്റ്റംബർ മാസത്തോടുകൂടി നമുക്ക് ഏകദേശം മഴ കുറയുന്ന ഒരു സമയമാണ്. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഈ ചട്ടികളിലെ ചെടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്രൂൺ ചെയ്യാം. പ്രൂൺ ചെയ്തതിന് ശേഷം പിന്നെയും 1-2 മഴയൊക്കെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു സമയമാണെങ്കിൽ അത് നമുക്ക് അന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് ആണെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അധികം വെള്ളം വീഴാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ചട്ടികളിൽ വളം കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതുവരെ ഈ 5-6 മാസം ഇവയ്ക്ക് റെസ്റ്റാണ്. അപ്പോൾ ഒരു കാരണവശാലും മഴക്കാലത്ത് വളം കൊടുക്കേണ്ട. അടീനിയ നനയാതെ എടുത്തു വയ്ക്കുക. നമ്മൾ ജസ്റ്റ് 6 മാസം ഒട്ടും നനയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ കേടുപാടുകൾ സംഭവിക്കും. നമ്മൾ നോക്കുക, അതിൻ്റെ മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ ചെറിയൊരു വാട്ടം തട്ടും. കൂടുതൽ വെയിൽ തട്ടി ഒരു തരി വെള്ളം ഇല്ലാണ്ടിരുന്നാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ മഴക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മഴയത്തുനിന്ന് വെള്ളം വീഴാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. വീടിൻ്റെ സൈഡിൽ ഇതുപോലെ എടുത്തു വെക്കുകയോ എടുത്ത് വെക്കുമ്പോൾ വേറെ കാര്യം നോക്കണം. നമ്മൾ ഇതിൻ്റെ ഈ അടീനിയയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ചെറിയ പരന്ന ചട്ടികളൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ വേരുകൾ ചിലപ്പോൾ ഈ വെള്ളം പോകുന്ന ഭാഗത്ത് തട്ടി അത് ഹോള് അടഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതൊന്ന് എന്തെങ്കിലും കമ്പി ഉപയോഗിച്ച് ഒന്ന് വെള്ളം പോകുന്ന രീതിയിൽ ഒന്നാക്കി ഫ്രീ ആക്കി വിട്ടിട്ട് ഇതേപോലെ ഇഷ്ടികയുടെ മുകളിലേക്ക് കയറ്റി വെക്കണം കേട്ടോ. ഇതേപോലെ ഇഷ്ടിക എടുത്ത് വെക്കുമ്പോൾ 2 ഇഷ്ടികയുടെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തായിരിക്കണം ഡ്രൈനേജ് അല്ലെങ്കിൽ വെള്ളം പോകണ ഭാഗം. അല്ല ഇനി സൈഡിലാണ് ചട്ടിയുടെ സൈഡിലാണ് ഹോളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വെള്ളം പോകാൻ തടസ്സമില്ലാത്ത രീതിയിൽ വെക്കുക കേട്ടോ. അപ്പം ഞാൻ മഴക്കാലത്ത് ഇങ്ങനെയാണ് അടീനിയ സംരക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങി അടീനിയ എത്ര വേഗം എടുത്ത് വെക്കുക. മഴക്കാലത്ത് ഒരു കാരണവശാലും പ്രൂൺ ചെയ്യരുത്. ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിന് വല്ല ചീച്ചിലോ ഉണങ്ങലോ ഒക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അതുപോലെ മഴക്കാലത്തുനിന്ന് നമ്മൾ മഴ നനയാതെ മാറ്റി വയ്ക്കേണ്ട വേറൊരു ചെടിയാണ് യുഫോബിയ ഉള്ളവർ എത്രയും വേഗം മഴയത്തുനിന്ന് മാറ്റി വയ്ക്കുക. ചെറിയൊരു കാറ്റടി കൊണ്ടൊന്നും വിചാരിച്ച് അടീനിയെ പോലെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. യുഫോബിയ നന്നായിട്ട് ചട്ടിയിൽ പിടിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയെന്ന് കണ്ടാൽ ചെറിയൊരു മഴ നനഞ്ഞാലും യുഫോബിയയ്ക്ക് കുഴപ്പമുണ്ടാവാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും മഴ കുത്തി വീഴാതെ അല്ലെങ്കിൽ അതിന് നേരിട്ട് അതിനകത്തേക്ക് കൂടുതൽ വീഴാതെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് മാറ്റി ഷെയ്ഡിലേക്കോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലേക്കൊക്കെ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അതുപോലെ റോസും ഞാൻ പൂക്കളധികം വെള്ളം വീഴാത്ത രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം റോസ് പൂക്കളിൽ വെള്ളം വീണാൽ നിങ്ങൾക്കറിയാലോ, എല്ലാം അത് പെട്ടെന്ന് ചീത്തയായി പോകും. ഒരു 3-4 ദിവസമൊക്കെ നിൽക്കുന്ന റോസപ്പൂവ് പെട്ടെന്ന് തന്നെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഏത് പൂവായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൂക്കൾ നമ്മൾ മഴക്കാലത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഒരു കെയറിങ് അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. യുഫോബിയയിൽ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മഴക്കാലത്ത് ചീഞ്ഞു പോകുന്ന ഇലകളും തണ്ടും പെട്ടെന്ന് റിമൂവ് ചെയ്യണം. ആ യുഫോബിയയിൽ നിന്ന് പെട്ടെന്ന് തണ്ടും ഇലകളും റിമൂവ് ചെയ്യണം ഉണങ്ങിയത് കേട്ടോ. ഞാനതൊക്കെ ഒന്ന് ചെയ്യാനുള്ള തിരക്കിലാണ്. കുറേയൊക്കെ ചെയ്തു വെച്ചു. അപ്പോൾ നിങ്ങളിതുപോലെ യുഫോബിയ ഉള്ളവർ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് പൂവുണ്ടായി കിട്ടുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ മഴയത്ത് അധികം മഴ കൊള്ളാതെ ഒന്ന് സംരക്ഷിക്കേണ്ട ഒരു സമയമാണ് മഴക്കാലം. കാരണം നമ്മൾ ഇത്രയും പാട് കഴിച്ച് നമ്മൾ ഒരു ചെടിയൊക്കെ വാങ്ങി നമ്മൾ പൂന്തോട്ടത്തിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ഇതുപോലെ കെയർ ചെയ്തതിന് ശേഷം മഴക്കാലത്ത് ഇത് പോകുമെന്ന് പറയുമ്പോൾ വളരെ സങ്കടമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ മിനിയേച്ചർ കോഴിവാലനോ പിറ്റൂണിയോ പോലുള്ള ഹാങ് ചെയ്തിരിക്കുന്ന ചെടികൾ ഒരു കാരണവശാലും മഴ നനയാതെ ഇതുപോലെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്ക് മാറ്റിയിടുക. നേരിട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ ചെടികളുടെ പൂക്കൾക്ക് ലൈഫ് കുറയും. അറിയാലോ, ഇതൊക്കെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞോണം പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇതേപോലെയുള്ള ചെടികൾ മഴയത്ത് നേരിട്ട് വെക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ ഒന്ന് സംരക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതുപോലെ വളരും കേട്ടോ.
അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ.